ഹലോ, സിന്ധു മാമോസിന്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ എങ്ങോട്ടല്ലേ ഇവിടെ? കട്ടപ്പന വരെ ഒന്ന് പോവാ. കട്ടപ്പന ഉപ്പാറ വന്നു കഴിഞ്ഞാൽ കട്ടപ്പന ഒന്ന് പോണോന്നുള്ള ഒരു ഇതാ അല്ലേ? അപ്പൊ കട്ടപ്പനയ്ക്ക് ഇവരെന്തോ ആവശ്യത്തിന് പോവാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും എന്റെ കൊച്ചു എന്നത്തിനാ ഇങ്ങനെ ചുമ്മാ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഷെയിം ഒക്കെ ഇട്ട് ഞങ്ങളും വണ്ടിയുടെ സൈഡിൽ എവിടെയെങ്കിലും കയറി ഇരിക്കാതെ വിചാരിച്ചു കേട്ടോ. ഇതൊരു ടൂറ് കൊടുക്കാൻ കേട്ടോ. നമ്മളൊന്ന് കട്ടപ്പനയ്ക്ക് കൊണ്ടുപോകുമ്പോ ഇതൊരു ടൂർ ആയല്ലോ പോയേക്കാം. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ ഫുൾ ടൈം കടയിൽ പോകുന്നതുകൊണ്ട് ആരോടെ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഈ വീട്ടിൽ തന്നെ കുത്തിയിരിക്കില്ല. പിന്നെ തൊഴിലുറപ്പിന് പോകുമ്പോഴേ എന്റെ ഒരു ടൂർ പോക്ക് ഇത് ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് ഇല്ലല്ലോ, ഒരാഴ്ചയായിട്ട്. അപ്പൊ എന്തായാലും പോട്ടൊക്കെ വരാം. അതെ അതെ അമ്മൂന് ജലദോഷം ചുമയും ജീവിക്കും എല്ലാത്തിനും അതെ കേട്ടോ. പക്ഷെ ഇതിപ്പോ അവർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്നില്ല എനിക്ക്. ഒന്ന് തൊണ്ടയില് സംസാരിക്കുമ്പോഴേക്കും തൊണ്ടയിൽ എന്തോ സാധനം ഇങ്ങനെ കയറി ശ്വാസം മുട്ടലൊക്കെ വരുന്നു. ആർക്കറിയാം ഇത് എന്നാണോ ഈ പ്രാവശ്യം വന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ തന്നെ. എല്ലായിടത്തും പനിയാ. താഴെ മൊത്തം ഒരു രണ്ടാഴ്ചയായി അവർക്ക് എല്ലാവർക്കും പനിയായിട്ട്. എല്ലായിടത്തും അതെ, ആര് വിളിച്ചാലും പനിയുടെ കഥ. അപ്പൊ എല്ലാരും സൂക്ഷിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ എന്തായാലും ഞങ്ങൾ കട്ടപ്പന വരെ പോയിട്ട് വരാം. കട്ടപ്പന പോയിട്ട് എന്നാ കാര്യം ഒന്നും അറിയത്തില്ല. ഓയില് കൊടുക്കാനുണ്ട്, പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്, ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനായിട്ടുണ്ട്. ഉപ്പാറയില് അവൈലബിൾ അല്ലാത്ത സാധനങ്ങളൊക്കെ കട്ടപ്പനയില് കിട്ടും. അതുകൊണ്ട് പോകുന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയല്ല, നമുക്ക് ഉപ്പാറയില് എല്ലാ സാധനങ്ങളും കിട്ടും. അങ്ങനെയല്ല പറയുന്നത്. ചിലതൊക്കെ നമ്മള് കട്ടപ്പനയാണ് നമ്മൾ ആശ്രയിക്കും. നമ്മള് മാല കിട്ടാൻ ചാലക്കുടി പോയി മേടിക്കില്ലേ, ഉണക്ക് തന്നെ കേട്ടോ. ഞങ്ങള് കട്ടപ്പനയ്ക്ക് പോവാണ്. പിന്നെ ഇന്ന് രാവിലെ ലത എന്നോട് പറഞ്ഞു, സിന്ധു ചേച്ചി ഞങ്ങൾ ഇന്നലെ ഹൈപ്പർ മാർക്കറ്റിൽ പോയായിരുന്നു, അതുകൊണ്ട് താമസിച്ചാ വന്നേ. എല്ലാ സാധനത്തിനും വിലക്കുറവ് വന്നു. കിഴങ്ങിനൊക്കെ 1 കിലോയ്ക്ക് എന്നാണ് 18 രൂപയോ 19 രൂപയൊക്കെ. ക്യാരറ്റിന് 36 രൂപ. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചെന്നാ അവിടെ കൂടെ ഒന്ന് കയറി നോക്കാം. അതെ, സ്റ്റോക്ക് ചെയ്ത് വെച്ച് ആ സമയത്ത് ഓടണം. 7-ാം തീയതി വരെ ഉള്ളൂ. 1-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെ ഓഫറാ. അപ്പൊ എന്നാലും പോകുന്നല്ലേ, അപ്പൊ നമുക്ക് അവിടെ ഒന്ന് കയറണമെന്നുണ്ട്. പിന്നെ ഹെയർ ഓയില് അപ്പൊ എല്ലാം കൊടുത്ത് സെറ്റ് ആക്കിയിട്ട് തിരിച്ചു വരാം. വലിയ മഴയ്ക്കുള്ള കോളൊക്കെ ഉണ്ട്. അതെ, മഴയ്ക്ക് കോളുണ്ടെന്ന് പറയുന്ന ദിവസങ്ങളിൽ മഴ പെയ്യില്ല. വെയിലുള്ള സമയത്തായിരിക്കും ഊട്ടക്കത്ത മഴ. ഇന്നിപ്പോ നല്ല മൂടലുണ്ട്. രാവിലെ മുതൽ മൂടലുണ്ട്. ഇവിടെ സിന്ധുമമ്മയോട് ചോദിച്ചു, വിഷുവിന് വിഷുക്കോടി വേണോ അതോ വിഷു കൈനീട്ടം വേണോ, വിഷു ഉരുളി വേണോ? അപ്പൊ സിന്ധുമമ്മ എന്നെ അടുത്ത് പറഞ്ഞു, നീ അവസാനം പറഞ്ഞ ആ ഒരു ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്, എനിക്ക് വിഷു ഉരുളി മതി. എന്നാ പിന്നെ വിഷു ഉരുളി മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നേക്കാണ് കേട്ടോ. വിഷു ഉരുളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഓട്ടുരുളി മേടിക്കുന്നത് കുറെ നാളായിട്ട് പറയുന്നു. തന്നെ നമുക്ക് വിഷുക്കോടിയൊക്കെ എടുത്തു തന്നില്ലേ, അപ്പൊ നമുക്ക് വിഷുരുളി മേടിച്ചു കൊടുക്കാം. വിഷു കഴിഞ്ഞിട്ട് വേറെ തരാട്ടോ. അപ്പൊ ഇവള് പറഞ്ഞില്ല കേട്ടോ. ഈ വെളച്ചില് ഓയില് കൊടുക്കാനോ മേടിക്കാനോന്നൊക്കെ പറഞ്ഞോണ്ട് പതുക്കെ വന്നു. വിളിച്ചാ വരികയല്ല. ഉരുളി ചുരുളി എന്നൊക്കെ കേൾക്കുമ്പോ അമ്മയ്ക്ക് പെട്ടെന്ന് ജിഷൻ ചേട്ടന് വിഷു പ്രമാണിച്ച്. അതെ അതെ അതെ, വിഷു പ്രമാണിച്ച് ഉരുളി മാത്രമല്ല കൃഷ്ണനെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്ലോഗറെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. 4000-ഓ? ചെമ്പിനൊക്കെ എന്താ വില അല്ല, സ്വർണത്തിന്റെ വില. 1 ഗ്രാം സ്വർണം കിട്ടും ഒരു ചെമ്പ് പാത്രം എടുക്കണമെങ്കിൽ കേട്ടോ. നമ്മൾ വേണ്ട ഇവിടെ പണ്ടൊക്കെ 4000 ആയിരുന്നു അല്ലേ പണ്ട്. ഇച്ചു അതൊക്കെ ഭയങ്കര പൈസ ആയിരിക്കും വേണം. 6000-ഓ? എന്റെ പൊന്നു മോനെ, വെച്ചോണം എടുത്തോണം തന്നെ വെച്ചേക്ക് അല്ലേ അമ്മ? അമ്മക്ക് ഇഷ്ടപ്പെട്ട ചുരുളി എടുക്കുക കേട്ടോ. അത്രക്കൊക്കെ കേറി പോണോ? ഞാൻ ഒരു ഭംഗിവാക്കിന് പറഞ്ഞതാ. ലാശാനെ ഒരു ഭംഗിവാക്ക് പറഞ്ഞതാ. അമ്മക്ക് ഇവിടെ എല്ലാം കണ്ടിട്ട് ഇതെല്ലാം വാരിപ്പറക്കി എടുക്കണം എന്നുണ്ട് കേട്ടോ. എല്ലാം വരാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാണ് കേട്ടോ ഫുള്ളായിട്ട്. ചിന്തമ്മയുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്ത് ചെല്ലുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യിക്കണ്ട, അതാണ് എന്റെ മുഖ്യ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞോണ്ട് അമ്മ ഇരിപ്പുണ്ട് കേട്ടോ. കൊച്ചിന്റെ ഫോണും മേടിച്ചു. ഇവൻ കുറച്ച് തന്നില്ല ഈ ഫോണുമായിട്ട്. ഞാൻ അങ്ങ് പോകും. ആകപ്പാടുള്ളൊരു മുതലാണ് എന്താണ് അവൻ ആലോചിക്കുക. കൊടുത്തേക്കാൻ കയ്യോടാട്ടോ, സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട്. അപ്പൊ അമ്മ നോക്കിക്കോ, 4000 രൂപയുടെ അമ്മയുടെ ഇഷ്ടമുള്ള നോക്ക്. 4600.
ഇച്ചിരി താഴോട്ട് കുറയ്ക്ക്. അല്ല ഇച്ചിരി കുറച്ച് നാലാഴ്ച വന്നിക്കും. ഇവൻ സമ്മതിക്കുന്നില്ല. മുതലാളി വിളിക്കും. അത് ചെമ്പാണോ? ആണോ? അതിനകത്ത് വെച്ച് വെള്ളം കുടിച്ചാല് നമുക്ക് അസുഖങ്ങൾ കുറെ കുറഞ്ഞു കിട്ടും. ആ ഗ്ലാസ് മൊന്തയൊക്കെ അവിടെ നമ്മുടെ കൃഷ്ണമോട് അവിടെ ഉണ്ട്. ആണോ? അത് കൊള്ളാലോ സംഭവം. നമ്മള് ചെമ്പ് കൊണ്ട് കൊടുക്കുമ്പോ അവൻ കാശ് പറയല്ലേ, ഇന്ന് കാശ് പറയും. എന്തോമ്മ ഇഷ്ടപ്പെട്ടോ? അടിപൊളി 4000 രൂപ അത്രേ ഉള്ളൂ. കണി വെക്കണ്ടേ? അതെ അതെ, നമ്മുടെ കൃഷ്ണന്മാരൊക്കെ കണി വെക്കാണ്ട് ഒരു സെറ്റായിട്ട് പോണ്ട്. കണി വെക്കാണ്ട് നോർമലി ഇതിന്റെ ആവശ്യമുള്ളൂ. അല്ല പക്ഷെ ഒരു കാര്യമുണ്ടേ, അടുപ്പല്ലല്ലോ അമ്മ അത് എന്തെങ്കിലും വെക്കുന്നുണ്ടോ? ആണോ? അപ്പൊ കുഴപ്പമില്ല. ഈ ഓട് യശുഷ്മി ഇത് അടുപ്പ വെക്കാൻ കൊള്ളില്ല അല്ലേ? ഷോയ്ക്ക് ഉള്ളി ഷോ. മറ്റേതാണെങ്കിൽ നമുക്ക് അടുപ്പിലൊക്കെ വയ്ക്കാൻ പറ്റും. ഇതാണെങ്കിൽ കണി വെക്കാൻ ഷോ മാത്രം. ഇതിന് എത്ര രൂപ ചെറുതിന്? 1250. വെറൈറ്റി പേരാ ജാൻകി. നല്ല രസമല്ലേ വിളക്കൊക്കെ? ഈ വിളക്കിന് 6000 രൂപ. ഞാൻ വന്ന് വെച്ച അവിടെ സമയമാകുമ്പോ മേടിക്കാം. ഫോട്ടോ എടുത്തോണ്ട് പോകാം. നമുക്ക് വീട്ടിൽ കൊണ്ടാലേ പറ്റത്തില്ലാത്തുള്ളൂ. നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാം. അതിന് നഷ്ടമൊന്നുമില്ലല്ലോ അല്ലേ? അമ്മേ 80,000 വേണ്ട. കാശൊക്കെ ഉള്ളവർക്ക് മേടിക്കാം. ഇതിനൊക്കെയോ? ഇതിനൊക്കെയോ? 26,000. മറ്റേ കല്യാണത്തിനൊക്കെ പോയിട്ടേ ഗിഫ്റ്റ് കൊടുത്തിട്ട് തിരിച്ചു മേടിച്ചിട്ട് ഓക്കെ താങ്ക് യു ഫോട്ടോ എടുത്തല്ലോ അത് മതി. അപ്പൊ നമുക്ക് നോക്കാം. അത് ഷോയ്ക്ക് വെക്കാനേ പറ്റുള്ളൂ. എന്നാ മറ്റേ തന്നെ എടുത്തോ. എടുത്തിട്ടുണ്ട്. ഏ സാധനം എന്നൊക്കെ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അയ്യോ ഇതിനകത്ത് കയറിയിട്ട് ഇറങ്ങിപ്പോനേ തോന്നില്ല കേട്ടോ. നല്ല രസമെന്ന് വെച്ചാൽ നല്ല രസമുണ്ട്. ഇത് കാണുമ്പോൾ എന്നാ പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് പാത്രവും തുണിയും സ്വർണം ഒക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര ഇതല്ലേ. അപ്പം വേണ്ട ഇവനാട്ടോ നമ്മളെ കൊണ്ട് പിടിപ്പിച്ച് കേട്ടോ. ഇത് വേണ്ട ഇതിൽ ഇച്ചിരി ചെറുതാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ പിടിപ്പിച്ച് ഇവനെ നിർത്താൻ കൊള്ളാം അല്ലേ? എൻ്റെ ഒരു 500 രൂപയും കൂടെ വെച്ച് കൊടുക്കായിരുന്നു. അമ്മമാരൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു. അതെ 2K പിള്ളേരോ. അപ്പൊ എന്തായാലും പോവല്ലേ, ബില്ല് കൊടുക്കാം. നമ്മള് ഹൈറേഞ്ച് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ചൂനക്കുട്ടിയൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടുണ്ട്. അതെ കണ്ട അമ്മു ട്രോളിയൊക്കെ എടുത്തുകൊണ്ട് വലിയ ആനക്കാര്യത്തിൽ വരുന്നുണ്ടായിരുന്നു. ആണോ മേടിക്കാനാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം എന്തായാലും നമുക്ക് പോയി മേടിക്കണം. വിലയും കാര്യങ്ങളും ഒക്കെ എഴുതി ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കോട്ടോ. നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി. ഇഞ്ചി ഉണ്ടോ? അങ്ങനെ മതി. എല്ലാം ഒക്കെ ഭയങ്കര വില വ്യത്യാസമുണ്ടേ. ഉണ്ടോ? എന്നെ കുറച്ചിട്ട് പറഞ്ഞാൽ നല്ല അല്ലേ? അരിപ്പൊടി സോപ്പ് പൊടി എല്ലാം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് തുള്ളി അതെ പിന്നെ ഓയിലിൻ്റെ നോക്കിയിട്ട് എന്നാണ്ടെല്ലാം മേടിച്ച് കൂട്ടുന്നുണ്ട്. കൊണ്ടുപോകണോ? സാധനമൊക്കെ ആയിട്ട് ഇതേ അമ്മ പോകുന്നുണ്ട്. ഭയങ്കര വിലക്കുറവാണ് കേട്ടോ. ഭയങ്കരമായിട്ട് വില വ്യത്യാസം. അപ്പം നമ്മൾ പലയിടക്ക് സാധനം ഒന്നും മേടിച്ചില്ല. കാരണം പലയിടക്ക് അത്യാവശ്യം പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാം കേട്ടോ. കേട്ടോ കട്ടപ്പന വന്നപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഓഫർ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ട് കേട്ടോ. നമുക്ക് സാധനങ്ങളൊക്കെ കുറച്ച് വീട്ടിൽ ഇരുന്നുകൊണ്ട് അധികം മേടിച്ചില്ല. എന്നാലും അത്യാവശ്യം സാധനം മേടിച്ചു.
വെറുതെ പൈസ കളയേണ്ട വന്നില്ല അല്ലേ കവറിന്? ആ നിങ്ങൾ ചാക്കും കൊണ്ടേ പോകത്തുള്ളൂ ഇവിടുന്ന്. ആ അത് ശരിയാ, ചാക്കിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നുവിടാൻ തോന്നിയാലോ. 738 രൂപ. അതിനകത്ത് ചെറിയും ഇത് ഫ്രൂട്ട്സിന് പിന്നെ വിലയുണ്ട്. പിന്നെ ഇതിന് 250 രൂപ വരുന്നതാ. രൂപയുള്ളൂ. അതായത് ഇനി അത് കരിഞ്ഞു പോകും. മാങ്ങ മാങ്ങ നിക്കണേ കംപ്ലീറ്റ് മാങ്ങയാണൊക്കെ. വിച്ചു എങ്ങനെ സംസാരിക്കുന്ന, ആരെയും കളിയാക്കി സംസാരിക്കുന്നതല്ല ഗൈസ്. വിച്ചുവിന് ജാനിക്കുട്ടിയുടെ തല കൊണ്ട് ചെറിയൊരു പണി കിട്ടി, ചുണ്ട് പൊട്ടി. അപ്പൊ കിളി ചുണ്ട് പൊട്ടിപ്പോയി. വേണോ? ഇച്ചിരി പൊട്ടിക്കണം, നമുക്ക് വേണ്ടി ഇതിനകത്ത് വെക്കായിരുന്നു. ആട്ട് കിട്ടിയ നല്ല രസമുണ്ടാവും. വേണോ? വിച്ചുവിന് ഭയങ്കര പേടിയാകുമ്പോ എല്ലാ കാര്യം. ഞാനാണ് ഇപ്പൊ ഒരു തണ്ട് ഓടിച്ചിട്ട് വന്നാണ്. ഇല്ല ഗ്യാപ്പ് കഴിഞ്ഞ് പൊക്കോ. ഇനി അടുത്ത സ്ഥലത്ത് നമുക്ക് നോക്കി പോവാട്ടോ. അപ്പൊ അമ്മ എന്റെ മക്കളെ എന്തൊരു രസമാണ് ഇത് കാണുമ്പോ ഭയങ്കര വിഷു ഉണ്ടാവത്തില്ല. അങ്ങോട്ടെല്ലാം നല്ല വീടുകളും സൂപ്പർ വീടുകൾ കേട്ടോ, നല്ല രസമുള്ള സെറ്റായി. ഇഷ്ടം പോലെ ഫ്രണ്ടിലോട്ട് ഫുള്ളാതെ നല്ല വീട്, നല്ല രസമുള്ള വീടുകളൊക്കെ. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയാ. ഷോർട്ട് കട്ട് അടി കഴിച്ചില്ല. ജാനിക്കുട്ടി കിളി കാണിച്ചിരിക്കുകയാണ്. സങ്കടവുമായി വിഷമവുമായി പറ്റി അബദ്ധമായല്ലോ എന്ന് ഒരു ചമ്മലും ഉണ്ട്. അതിനൊരു കരച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക, വിഷമിച്ചിരിക്കട്ടെ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ സ്വന്തം കടയായ കക്കാട്ടുകടയിലെ പെരിയാർ ഹോട്ടലിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ സാധാ ചോറാണ് മേടിച്ചിരിക്കുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ബിരിയാണി ഒന്നും വേണ്ട എന്നും പറഞ്ഞ് സാധാ ചോറൊക്കെ മേടിച്ചു. കൊച്ചിന് ചോറ് തിന്നിട്ടുണ്ടാവുന്നത്, അത് എല്ലാത്തിനും ജലദോഷം പനിയൊക്കെ അല്ലേ. അതുകൊണ്ട് നോർമൽ ചോറ് സാധാരണ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഒരു ബിരിയാണിയോ അങ്ങനെയൊക്കെ മേടിച്ച് കഴിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കിങ്ങിണിമോക്കൊരു പാത്രത്തിൽ വേറെ എപ്പോൾ ചെന്നാലും അതെ കേട്ടോ, എന്നെ അവൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർ സ്പെഷ്യലായിട്ട് കൊണ്ട് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞവർക്ക് ഇന്നും വേറെ പാത്രത്തിൽ അവൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോറും ഒക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇവിടെ വന്ന് കയറുമ്പോൾ നമുക്കൊരു ഒത്തിരി സന്തോഷം. കാരണം അവിടുത്തെ എല്ലാവരും നല്ല നമ്മളോട് ഇടപെടിയില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴും അങ്ങോട്ടേക്ക് തന്നെ വരാനായിട്ടുള്ളൊരു തോന്നും കേട്ടോ. രണ്ടപ്പം അതിൻ്റെ കൂട്ടത്തിൽ മീൻകറിയുണ്ട് ചോറിൻ്റെ കൂട്ടത്തിൽ. അപ്പം 2 കറി മതി എന്നും പറഞ്ഞ് തിരിച്ചു കൊടുത്തു വിട്ടു, കാരണം തീരെയല്ലേ. പിന്നെ അവർ പിള്ളേർ ചിക്കൻ ഫ്രൈ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇത്രയും നേരം അതിലെല്ലാം കൂടെ പോയപ്പോഴത്തേക്കും അടുത്തു എല്ലാവരും. അപ്പോൾ വിശക്കാനൊക്കെ തുടങ്ങി. അവിടെ ആ ഒരു മഞ്ഞ് ഉണക്ക് കിടക്കുന്നില്ലേ, ആ ഒരു മലയിൽ കണ്ട അത് മഴയാട്ടോ, മഞ്ഞല്ല ഗൈസ്. മഴ നമുക്ക് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കൊള്ളിയാനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇരുണ്ട് മൂടിയല്ലേ ഭയങ്കരമായിട്ട്. നിങ്ങളുടെ ജെല്ലടച്ചായിരുന്നോ? ജെല്ലടച്ചു എന്നാണ് എന്റെ ഒരു വിശ്വാസം. അടച്ചു ആണോ? ഞാൻ അടച്ചു എന്ന് തോന്നുന്നുണ്ട്. അടച്ചു. മഴ വരുന്നേ തൊട്ടടുത്ത് എത്തി മഴ. നല്ല രസം. എല്ലാവർക്കും മഴയേ കിട്ടാതെ വെയിലും ചൂടും. അയ്യോ അതെ, ഇവിടുന്ന് അങ്ങോട്ട് മഴ തുടങ്ങി കേട്ടോ. അടിപൊളി. ചൂട് അറിയും കേട്ടോ, കണ്ണ് കാണാത്ത മഴയല്ലേ. വണ്ടി ലൈറ്റ് ഇട്ടില്ലെങ്കിൽ കാണത്തില്ല, അമ്മാതിരി ആയി കേട്ടോ. സൂപ്പർ മഴ. ആദ്യത്തെ മഴ. അതെ, നിങ്ങള് ക്യാമറയിൽ കൂടെ കാണുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും റോഡൊക്കെ, പക്ഷെ നേരിട്ട് കാണുമ്പോ ഇല്ല കേട്ടോ. വലിയ തുള്ളിയാ. ആലിപ്പഴം. ഇവിടെ ഈ പ്രാവശ്യം ആലിപ്പഴം വീണോ? ആണോ? ആണോ? പക്ഷെ ഇറങ്ങാൻ പറ്റത്തില്ല. അമ്മ എന്നോട് പറഞ്ഞായിരുന്നു ആലിപ്പഴം വീണോന്ന്. ഞാൻ ഇറങ്ങിയെടുക്കും. ഇവിടെ തൊട്ട് മഴ നിന്ന്. ആ ടൗണിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ തൊട്ട് മഴ കുറവായി. മഴ എന്നോട് കഴിഞ്ഞ ദിവസം എന്റെ ഒരു ചേച്ചി പറഞ്ഞു കേട്ടോ, ഉപ്പാറ മഴയുണ്ടോന്ന് അറിയില്ല മുക്കുട്ടി, പക്ഷെ ഇവിടെ മഴയില്ലാതെ. 1 കിലോമീറ്ററില്ല, ഒരു 2-3 കിലോമീറ്റർ അപ്പുറം കേട്ടോ ആള്. അങ്ങനെ വരും കേട്ടോ നമുക്ക്. ഇവിടെ വരുമ്പോഴത്തേക്ക് കുറഞ്ഞു മഴ ഭയങ്കരമായിട്ട്. ഇനി ഇച്ചിരി കൂടെ അങ്ങോട്ട് പോയി മഴയേ ഇല്ല. വന്നതും പോയതും നിങ്ങൾ അറിഞ്ഞോ ഗൈസ്? അപ്പൊ നമ്മള് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ് കേട്ടോ. കഴിഞ്ഞു
നല്ല ഇടി വെട്ടുന്നുണ്ട്, ടപ്പ ടപ്പാന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ മഴയുടെ ശക്തി പോയി. നമ്മൾ അവിടെ ഇങ്ങ് കഴിഞ്ഞിട്ടേ ഉള്ളു കേട്ടോ. നോക്കിയേ, ക്ലീൻ ആയി അല്ലേ? തൊപ്പിപ്പാള. നമ്മളെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാട്ടോ, ഇത്രയും ഗ്യാപ്പിൽ മഴയില്ല. റോഡ് നോക്കി ഒരു കുഴപ്പമില്ല. അവിടെ എന്തെന്ന് വലിയ മഴയായിരുന്നു. ഇന്നലെ അപകടക്കാർക്കാണ് മഴ. ഇന്നലെ നമുക്കായിരുന്നു മഴ. അതെ, ഉപ്പറക്കായിരുന്നു കേട്ടോ. ഹായ്, ഇപ്പൊ വെയിൽ വരും. ശകലം പോലും നനഞ്ഞിട്ടില്ല കൈസ്, റോഡൊന്നും പെയ്തിട്ടില്ല. ആണ് നമ്മുടെ അമ്പലം കേട്ടോ. പണ്ട് പിറന്നാളിനൊക്കെ അമ്മ പുത്തനുടുപ്പൊക്കെ ഇടിയിച്ച് കൊണ്ടുവരും. എനിക്കൊരു പട്ടുപാടയും ബ്ലൗസും ചാച്ചനും വിലമിച്ച് മേടിച്ചു തന്നിട്ട് വെള്ളമ്മ ഓർക്കുന്നുണ്ടോ? സെറ്റിന്റെ അത് ഓണത്തിനായിരുന്നു അല്ലേ? അത് കഴിഞ്ഞ് അത് ഇട്ട് ഞാൻ ഇവിടെ ഒരു അവനൊരു ഓറഞ്ച് കളർ ഷർട്ടും ഒരു ക്രീം കളർ മാതിരി ഒരു പാന്റും, നിനക്ക് ഒരു ക്രീം കളറ് ജാസിനും അമ്മയും കൂടെ വന്ന് മേടിച്ചു. അതെ. അപ്പൊ ആ അമ്പലം കാണുമ്പോ എനിക്ക് എന്നും ആ കുട്ടിക്കാലത്തെ ആ സ്റ്റെപ്പ് കയറി പോകുന്ന ഓർമ്മ വരും. നമുക്ക് പോവാല്ലേ? സ്വരാജൊന്നും വന്നപ്പോ തുള്ളി മഴയില്ല കേട്ടോ, തുള്ളി പോലും ഇല്ല. കഴിഞ്ഞു, മഴ കഴിഞ്ഞു. അമ്മോസം നമുക്ക് വൈകുന്നേരത്തേക്കുള്ള കടിയും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ ഇപ്പൊ കട്ടപ്പനയിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഇത് ഏത് സ്ഥലമേ? ഇതാണ് കാഞ്ചിയാർ എത്തി. അപ്പൊ ജാനിക്കുട്ടിയും സങ്കടമായിപ്പോയി. കളിച്ചതാ അത്. അപ്പന്റെ മകളുടെ കയ്യിലുണ്ട് കളിച്ചിട്ട്. അപ്പൻ ഇച്ചിരി പുന്നാരി കൂടുതലാ. അപ്പൊ പുന്നാരിച്ച് തലയങ്ങാണ്ട് കൊണ്ട് ചുണ്ട് നന്നായിട്ട് എത്തിച്ചിരി പൊട്ടി. അപ്പൊ ചോര കണ്ടപ്പോ കൊച്ചിന് ആകപ്പാടെ ടെൻഷൻ, സങ്കടമായിപ്പോയി. സങ്കടപ്പെട്ടാ ഉറങ്ങിയേക്കുന്നത്. ആ പോട്ടെ എന്ന് പറഞ്ഞ് ഉറക്കി തപ്പിച്ചു. പോട്ടെ, സാരില്ല. അമ്മൂസ് അവിടെ നിന്ന് വരുന്നുണ്ട്. കൊറേ ഭയങ്കര തിരക്കാണോണ്ടല്ലോ അവിടെ. ആ ചെറുകടിക്കട ചായയും കിട്ടുന്നുണ്ടല്ലേ. അതാണ് ഈ പിള്ളേരുകളൊക്കെ പോകുന്ന ട്രിപ്പ് പോണ പിള്ളേരെല്ലാവരും ഇങ്ങനത്തെ ചെറിയ കടകളിലൊക്കെ കയറുമ്പോ ഇരുന്ന് കുടിച്ച് സാവധാനം വണ്ടി എടുത്ത് പോകും. സന്തോഷം. പിന്നെ വലിയ കടയിലൊക്കെ പോയാൽ എത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കണം. അതെ. എന്തായാലും അമ്മൂസ് പറ്റേ. സ്വരാജൊക്കെ കഴിഞ്ഞ് നമ്മള് പൂവൊക്കെ മേടിക്കല്ലേ, ഈയിടെ വന്ന് മേടിച്ചില്ല സന്തോഷം നമ്മളെല്ലാരും കൂടെ. അതിന്റെ ഇപ്പുറം എത്തി കണ്ടോ. അപ്പൊ തൊപ്പിപ്പാളക്കാർക്കും സ്വരാജുകാർക്കും ഒന്നും മഴയില്ല. തിരിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും മഴയുണ്ട്. ഓരോ കിലോമീറ്റർ ഇടപെട്ട് മഴയുണ്ട്, പിന്നെ മഴയില്ല, പിന്നെ മഴയുണ്ട്. ആ ഒരു സെറ്റപ്പ് കേട്ടോ. ഇതൊക്കെ ആദ്യം കാണും. ഇത് വെറൈറ്റി ആയി പോയി. അത് ഇത്രക്ക് ഇതേ ഉള്ളു കേട്ടോ, അകലത്തിലാണ്, ഗ്യാപ്പിലാണ് പെയ്യുന്നത്. ഇല്ല, ഇവിടെ JCB ഒക്കെ നല്ല പണി നടക്കുന്നുണ്ട് കല്ലിന്റെ. ഇല്ല സൂപ്പർ മഴയാ, അടിപൊളി കേട്ടോ. ഇതൊരു വെറൈറ്റി ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയി പോയി അല്ലേ? ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയി. പതിയെ പോയാ മതിയേ, കാണത്തില്ല പതിയെ പോയാ മതിയേ. ഇത് കാറ്റടിച്ചല്ലേ, ഭയങ്കര കാറ്റാ. വിച്ചു കാണാൻ വരുന്നുണ്ടോ? ചിരിപ്പാടാ, പതുക്കെ പോയാ മതിയെ, നോക്കി പതുക്കെ പോയാ മതിയേ. വളവൊക്കെ ആയതുകൊണ്ടേ. അയ്യോ, ബൈക്കുകാരൊക്കെ കാറ്റ് കൊണ്ടു. അതെന്താ വിളിക്കുക കേട്ടോ ചേട്ടന്മാർ. ഇവിടെ ഒരു ബൈക്ക് ഉണ്ട്. അതെന്താ ചേട്ടന്മാര് പറയുന്നത്? ഇങ്ങനെ കൊണ്ടുപോകാന്ന് തോന്നുന്നുണ്ട് സൈഡിൽ നിന്ന്. പിന്നെ എന്താ സംഭവം? പരിചയക്കാരല്ലാണ്. അങ്ങനെയാണെങ്കിൽ ആളാ നടു റോഡിൽ നിൽക്കുവോ? എന്താ പക്ഷെ എല്ലാവരും ആയില്ല കേട്ടോ, ഭാഗ്യം. അയ്യോടാ, എന്തോ കണ്ണ് കാണാൻ മഴയായിരുന്നു. പറ്റിയില്ല, പുള്ളി അവിടെ നിക്കായിരുന്നു. കാറ്റ് വേണ്ട, ജീപ്പുകാര് വന്ന് കടത്തി വിട്ടു. പാവം.
ഇതാണ് ഇടുക്കിയുടെ എന്തോ ഒരു പ്രത്യേകത. അതെ അമ്മ പറയുന്നത് ഇതാണ് ഇടുക്കിയുടെ ഒരു പ്രത്യേകത. പ്രത്യേകത തന്നെ പറയാതിരിക്കാൻ പറ്റില്ല. അവർക്കത് മനസ്സിലായി. ജീപ്പുകാരന് മനസ്സിലായി അവിടെ പെട്ടുപോയി, കാറ്റ് കാരണം സ്കൂട്ടി കൊണ്ട് വരാൻ പറ്റുന്നില്ലെന്ന്. അപ്പൊ പറഞ്ഞു ഞാൻ എന്റെ വണ്ടിയുടെ സൈഡിൽ പോരുന്നു. അവര് കേറിപ്പോയി കേട്ടോ. കാണുന്നുണ്ട് അതൊക്കെ നല്ല അല്ലേ, നല്ല മനസ്സുള്ള ആൾക്കാരും ഉണ്ട് കേസ്. ഭയങ്കര ഈ ചെടി ഞാൻ മറക്കുകയല്ല കേട്ടോ. പക്ഷെ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ മഴ നനയിലായി പോയി കേട്ടോ. നല്ല മഴയാന്ന് തോന്നുന്നു, നല്ല മഴയാന്ന് തോന്നുന്നു. നാട്ടുകെട്ടൊക്കെ ഭയങ്കര മഴയാ. അതെ, കറങ്ങി തിരിഞ്ഞ് ഞങ്ങള് വീടെത്താറായി കേട്ടോ. ഭയങ്കര മഴയാണേ. നമ്മുടെ ഇങ്ങോട്ടേക്കൊക്കെ ഭയങ്കര മഴയാ. പക്ഷെ അവിടെ കഴിഞ്ഞപ്പോ തൊട്ട് നല്ല മഴയായിരുന്നു അല്ലേ? നല്ല മഴ, ഭയങ്കര കാറ്റും കേട്ടോ. ആ, കാറ്റും മിന്നലാണ് ഏറ്റവും പ്രശ്നം. മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴാൻ വീഴും. അതെ, അതൊക്കെ പ്രശ്നമാണ്. വീടിന്റെ പുറത്തോട്ടൊക്കെ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴും. അതൊക്കെ വലിയ ആവത്താണ്. അതെ അതെ കേട്ടോ. ഷിബുവിന്റെ നേരെ ഫ്രണ്ടിലെ ഈ പോസ്റ്റ് തന്നെ നമ്മള് പോയപ്പോ എങ്ങനെ കിടത്ത, ഇതിപ്പോ കുളമായി ഗൈസ്. അയ്യോ, അവിടെ ഇവിടെ വരെ വണ്ടി നല്ല ക്ലിയർ ആയിട്ട് കഴുകി വന്നു. ഇവിടെ നമ്മുടെ മിറ്റം കുളമാകും. വണ്ടി കുളമാകുന്നത് എനിക്ക് പ്രശ്നമല്ല. അല്ല, മിറ്റം കുളമാണെന്നാണ് അമ്മയുടെ പ്രശ്നം. അന്ന് ഇവിടെ ഇറങ്ങി നടന്നല്ലോ വെച്ചോ. പക്ഷെ എന്റെ കൊച്ചു കയ്യിലിരിക്കുമല്ലോ. ഓ, ഞാൻ എങ്ങനെ നനയും. നല്ല പിന്നെ ഇറക്കി നോക്കായിരുന്നു. നല്ല മഴയുണ്ട്. അടിപൊളി. നല്ല മഴ, നല്ല മഴ, നല്ല മഴ. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞു. 5 മിനിറ്റ് വെച്ച് അവിടെ നിൽക്കാട്ടോ. ഞാൻ വെറുതെ വന്നതാ. അമ്മയുടെ വാഴക്കൊല പോവോ അമ്മേ? അതാ ഞാൻ പറഞ്ഞ, അതൊന്ന് നാളെ ഒരു വള്ളി വെച്ച് ആ തെങ്ങിനോട്ട് ചെറുതായിട്ടൊന്ന് കെട്ടി വെച്ചില്ലെങ്കിൽ പോക്കാട്ടോ. ഇറങ്ങാം അല്ലേ? ഇറങ്ങണോ? വണ്ടിക്കകത്ത് തന്നെ ഇരുന്നാ മതിയോ കുറച്ചു നേരം കൂടി? ഇതിപ്പോ എങ്ങനെ ഇറങ്ങും? നനയുമല്ലോ. പോയപ്പോ കിടന്ന വീടൊന്നും അല്ല ഇത്. വേറെ ബാധിരിയായി. ചവിട്ടി നോക്കാം. ഇന്ന് വരെ ചവിട്ടി അങ്ങേറ്റം വരെ നനഞ്ഞിട്ടില്ല. അത്രയ്ക്കും വലിയ മഴയായിരുന്നു അമ്മ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ തുടച്ചില്ലല്ലേ. ഇവിടെ ഉണ്ടല്ലോ ഓടി ഓടി ഒറ്റ വരെ ഒരാളായിട്ടൊന്ന് കെട്ടിയാൽ തെന്നും നമുക്ക് അത് കയറുമ്പോടാ. എന്നാ ഉള്ള കൊതുക് മൊത്തം കയറും. നമ്മുടെ ചെടിയൊക്കെ ഒടിഞ്ഞല്ലോ അമ്മേ. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറിയിട്ടില്ല. ആ, വെള്ളമുണ്ട്, വെള്ളം വീഴുന്നുണ്ട്. അപ്പൊ എന്നാ വലിയ മഴയല്ലേ പെയ്തത്. വെയിലത്തെടുത്തിട്ട് ഉണക്കാം. മച്ചോ, ഇവിടെ ഒന്നും തുടയ്ക്കാതെ പറ്റിയല്ല. അല്ലെങ്കിലേ അവത്തവശം ഇവിടെ ജാനിക്കുട്ടി ഇവിടെ ഇരുന്നോ? ആ, കൊച്ചു വന്ന് കുളിയൊക്കെ കഴിഞ്ഞുള്ള സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഊഞ്ഞാല് നനഞ്ഞിട്ടില്ല. ഈ സാധനം ഇട്ടിട്ട് പോയത് ഭാഗ്യമായി കേട്ടോ അമ്മേ. അമ്മ ചപ്പ് പറക്കാൻ നിൽക്കാട്ടോ. ഇതിലും വലിയ മഴ ഇപ്പൊ വരും. ഒരു അസ്വസ്ഥത അല്ലേ? വണ്ടി തെന്നി വീഴല്ലേ? ഇറങ്ങണ്ടാന്ന് വെച്ച് ഗോളടിച്ചെന്നുള്ള രീതി അവിടെ നിൽപ്പുണ്ട്. ഭാഗ്യായി തന്നെ പോലെ. അതെ, ഒരു സിലിണ്ടർ അമ്മ എടുത്തോടുകൂടി വിച്ചുവിന് മതിയായി. മഴയാ പെട്ടെന്ന് കയറി. ഞങ്ങള് മൊത്തം നനഞ്ഞായി കേട്ടോ. പിന്നെ വന്നിട്ട് ഇട്ട തുണിയൊക്കെ കഴുകി ഇട്ടു. അല്ല കരിമ്പനടിച്ചു പോയാലോ. അതെ, ആ വീലൊക്കെ എത്ര ക്ലിയർ ആയി നോക്കിയേ. സ്ട്രോബെറി 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 തരോ? കിവിയോ? സ്ട്രോബെറി കിവി. കിവിയാന്ന് പറ, കിവി. ആ ശരി. പക്ഷെ ഇപ്പൊ തന്നെ അടുത്ത മഴ വരുമേ. ആണോ? ഇതാരായിരിക്കുന്നേന്ന് നോക്കി. കൊടക്കടിയിൽ നനഞ്ഞു കുതിർന്ന് കിടക്കുന്നോർത്ത് പോയി ഇരിക്കുക. എന്തിങ്ങ് വന്നേ? ബാ, നനഞ്ഞില്ലെന്ന് നോക്കി മൂട്. അയ്യോ, തെന്നി വീഴും. ഞങ്ങള് പോകുന്ന വരെ ഞങ്ങളുടെ വീട് കേൾക്കാൻ വേണ്ടി ഇവിടെ ഒരു പുലിയോ കുറുക്കനോ ഒക്കെ ഉണ്ടായിരുന്നു. പുലി കുറുക്കനും ഒക്കെ പറഞ്ഞു പോയി. നീ ഭൂമി കുറുക്കം ഉണ്ടായോന്ന് അറിയില്ല. എന്താ പൊന്നെ, കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വെച്ച് ഒന്നും ഒട്ടിച്ചു വെച്ചതാ.
ശരിക്കാണോ? ആ കറക്റ്റാ. ഇച്ചിരൂടെ താഴോട്ട് വരും. ഓക്കെ. ആ ഓക്കെ സെറ്റ്. ഒട്ടിച്ചോ. അതൊക്കെയാണ് ഒരു പാടല്ലേ. അതെ 16 പ്രാവശ്യമായി ഇപ്പൊ അവിടെ ഒട്ടിക്കും പറഞ്ഞു. വിഷുവിന് സംഭവം കാണിക്കട്ടെ. വിഷു ഒക്കെ ദൈവത്തിന്റെ കയ്യിൽ ആഘോഷിക്കാൻ പറ്റുമോ ആഘോഷിക്കുമോ എന്നൊക്കെ ഉള്ളത് സംരംഭമില്ല. എന്നാലും അമ്മ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. നല്ല കിറ്റാട്ടോ. വലിയ വലിപ്പമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നല്ല വലിയായ ഗിഫ്റ്റാട്ടോ. നല്ല വെയിറ്റ് ഉണ്ടാവും. നല്ല വില അതിനകത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഉള്ളില്. വെയിറ്റ് ഉണ്ട്. വിലയില്ല അതിനകത്ത്. 4990 കണ്ട ഭയങ്കര വിലയാട്ടോ. ഞാനേ 4690 നേരത്തെ ഇത്രയും ഉളവ് പക്ഷെ അതൊന്നും അത്രയും പൈസ മേടിച്ചില്ല. പക്ഷെ മേടിക്കുന്നതായിരുന്നു. ഇനി അടുത്ത കൊല്ലമൊക്കെ ആവുമ്പോ ഇതിലും കൂടും വില. ഇതിന്റെ ഇരട്ടിയാവും. സ്വർണ്ണത്തിന് ഭയങ്കര വിലയല്ലേ, അതായത് ഇതിനും കൂടിയിട്ടൊന്നും. അതുകൊണ്ട് ഇതിന്റെ ബാക്കി വിശേഷമൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരാം. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടുതൽ അവലോട്ടോണ്ടൊന്ന് ഇടിച്ചു പൊട്ടിക്കുക.